ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ത്രില്ലർ മൂവിയാണ്. സയൻറ്റിസ്റ്റായ ഗ്ലേഷ്യറും അവൻ്റെ കൂട്ടുകാരി അമേലിയയും കൂടി കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കാനായി ആകാശത്ത് പോകുമ്പോൾ അവർക്ക് ഇതുവരെ നേരിടാൻ പറ്റാത്ത അപകടങ്ങൾ നേരിടേണ്ടി വരികയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ കഥയിലേക്ക് പോകാം. കഥ നടക്കുന്നത് 80s അവസാന കാലഘട്ടങ്ങളിലാണ്. നമ്മുടെ കഥയിലെ നായകനായ ഗ്ലേഷ്യർ ഒരു ശാസ്ത്രജ്ഞനാണ്. കാലാവസ്ഥയെപ്പറ്റി പഠിക്കാനായി ആകാശത്തേക്ക് പോവുകയാണവൻ. ഗ്ലേഷ്യറിനെ ആകാശത്തേക്ക് കൊണ്ടുപോകുന്ന ബലൂൺ പറത്തുന്നത് അമേലിയയാണ്. ആ കാലഘട്ടത്തിൽ ബലൂൺ പറത്തുന്ന ആളുകൾക്ക് ഇന്നത്തെ പൈലറ്റിനെക്കാട്ടിയും കൂടുതൽ ആളുകളെ റെസ്പെക്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ അമേലിയയെ എല്ലാവരും സ്വീകരിച്ചുകൊണ്ട് ആ ബലൂണിലേക്ക് കൊണ്ടുവരികയാണ്. അമേലിയ തൻ്റെ ഇഷ്ടപ്പെട്ട പട്ടിയെയും കൊണ്ടാണ് ആകാശത്തേക്ക് പോകുന്നത്. എന്നാൽ ഗ്ലേഷ്യറിന് അത് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവരുടെ ബലൂൺ ആകാശത്തേക്ക് പറന്നുയരാൻ പോവുകയാണ്. അമേലിയ ഗ്ലേഷ്യറിനെ സേഫായി അതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചു കയറ്റും. അവർ രണ്ടുപേരും ആകാശത്തേക്ക് പോകുന്നത് കാണാനായി സയൻറ്റിസ്റ്റുകളും ആ നാട്ടിലുള്ള ആളുകളും എല്ലാവരും അവിടെ തടിച്ചുകൂടിയിരുന്നു. അത്രയധികം വലിയൊരു സംഭവമായിരുന്നു അത്. അങ്ങനെ കുറച്ചധികം മുകളിലേക്ക് ബലൂൺ ഉയരുമ്പോഴേക്കും അമേലിയ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പട്ടിക്കുഞ്ഞിനെ താഴേക്കെടുത്തെറിയും. അവിടെ നിൽക്കുന്ന ആളുകളെല്ലാം അത് കണ്ട് പേടിച്ചു പോകും. എന്നാൽ അവൾ അതിൻ്റെ ദേഹത്ത് ഒരു പാരച്യൂട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. അത് അവളുടെ ഒരു തമാശയായിരുന്നു. എന്നാൽ ആദ്യമായി ആകാശത്തേക്ക് പോകുന്ന ശാസ്ത്രജ്ഞനായ ഗ്ലേഷ്യറിന് ഇതൊക്കെ വലിയ പേടിയായിരുന്നു. അവൻ അങ്ങനെ ഉയരങ്ങളിലേക്ക് പോകുമ്പോഴേക്കും തൻ്റെ പരീക്ഷണങ്ങൾക്ക് ആവശ്യമായ വസ്തുക്കളെല്ലാം എടുത്ത് സെറ്റ് ചെയ്യും. എന്നിട്ട് ഓരോ ഉയരത്തിലെയും കാലാവസ്ഥയിലെ ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസം അവൻ കൃത്യമായി തന്നെ രേഖപ്പെടുത്തും. എന്നിട്ട് അവൻ താഴേക്ക് നോക്കുമ്പോഴേക്കും ഈ ഒരു പരീക്ഷണത്തിനായി അവൻ എത്രയധികം കാത്തിരുന്നു എന്ന് ഓർമ്മ വരും. 2 വർഷങ്ങൾക്ക് മുമ്പ് ആകാശത്തേക്ക് പോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവനും അവൻ്റെ സുഹൃത്തും കൂടി ബൈനോക്കുലറിലൂടെ ആകാശത്തേക്ക് നോക്കി കാറ്റിൻ്റെ ഗതിയൊക്കെ എഴുതി വെക്കും. പക്ഷേ അത് കൃത്യമൊന്നുമല്ലായിരുന്നു. എന്നിട്ട് അവൻ്റെ പരീക്ഷണങ്ങളുടെ റിസൾട്ട് റോയൽ സൊസൈറ്റി സയൻറ്റിസ്റ്റിനോട് വന്ന് പറയുമ്പോൾ അവരെല്ലാവരും അവനെ പുച്ഛിച്ച് തള്ളും. ഇവന് വട്ടാണ്, കാറ്റിൻ്റെ ഗതിയൊക്കെ നോക്കി ക്ലൈമറ്റ് പ്രഡിക്റ്റ് ചെയ്യുക എന്നത് ആർക്കും തന്നെ നടക്കില്ല എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അവനെ കളിയാക്കും. വിഷമിച്ച് വീട്ടിലേക്ക് വരുന്ന അവനോട് അവൻ്റെ അച്ഛൻ പറയും, മോൻ വിഷമിക്കേണ്ട, ഒരു ദിവസം മോൻ്റെ ആഗ്രഹം പോലെ ആകാശത്ത് പോയി ഇതെല്ലാം എക്സ്പെരിമെൻ്റ് ചെയ്യാൻ കഴിയുമെന്ന് പറയും. അത് പറയുമ്പോഴും അതൊക്കെ എത്ര പോസിബിൾ ആകുമെന്ന് അവൻ അറിയില്ലായിരുന്നു. അങ്ങനെ അവൻ അതൊക്കെ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ അവർ വീണ്ടും ഉയരങ്ങളിലേക്ക് പോകാനൊരുങ്ങുകയാണ്. അമേലിയ അപ്പോൾ അവനോട് പറയും, നീ ഈ ഡ്രസ്സൊന്ന് അഴിച്ചു തന്നെ, എനിക്ക് ജോലി തുടങ്ങാൻ സമയമായി എന്ന്. അങ്ങനെ അമേലിയ കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കാനായി ബലൂണിലെ വെയിറ്റ് എല്ലാം റിലീസ് ചെയ്യുകയാണ്. എന്നാൽ ഗ്ലേഷ്യർ ആകട്ടെ തൻ്റെ ഇതുവരെയുള്ള ഫൈൻഡിങ്സ് എല്ലാം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പ്രാവിൻ്റെ കാലിൽ കെട്ടി താഴെയുള്ളവർക്കായി ആ സന്ദേശം അയക്കും. അങ്ങനെ ആ ബലൂൺ കൂടുതൽ ഉയരത്തിലേക്ക് പറന്ന് ഒരു മേഘത്തിൻ്റെ ഉള്ളിലേക്ക് കയറും. എന്നാൽ ഇതേ സമയം അമേലിയയ്ക്ക് പെട്ടെന്ന് തൻ്റെ മരിച്ചുപോയ ഹസ്ബൻഡ് അവിടെ നിൽക്കുന്നതായി ഒരു ഫീൽ ചെയ്യും. എന്നാൽ അത് ഗ്ലേഷ്യർ ആയിരുന്നു. ഒരു നിമിഷം അവൾ പഴയ ഓർമ്മകളിലേക്ക് പോകും. എന്നാൽ അപ്പോഴാണ് ഗ്ലേഷ്യർ ശ്രദ്ധിക്കുന്നത്, പെട്ടെന്ന് അന്തരീക്ഷം മാറാൻ തുടങ്ങും. ശക്തമായ കാറ്റടിക്കാൻ തുടങ്ങും. മേഘത്തിനുള്ളിലെ ശക്തമായ ചുഴലിക്കാറ്റിലും ഇടിമിന്നലിലും പെടുകയാണ് അവരുടെ ബലൂൺ ആടി ഉലയാൻ തുടങ്ങും. എന്നാൽ ഗ്ലേഷ്യർ അവളോട് പറയും ഇനിയും ഉയരത്തിലേക്ക് പോകണമെന്ന്. എന്നാൽ അവൾ ഇത് താഴ്ത്താൻ സമയമായെന്നും പറഞ്ഞ് താഴ്ത്താനായി ഒരുങ്ങുമ്പോൾ ഗ്ലേഷ്യർ അവളെ അതിന് അനുവദിക്കില്ല. ഗ്ലേഷ്യർ അവളെ തടയും. എന്നാൽ അവൾ പറയും, നിനക്കെന്താ ഭ്രാന്താണോ, നമ്മൾ എല്ലാവരും മരിച്ചു പോകുമെന്ന്. എന്നാൽ അപ്പോഴേക്കും ആ ബലൂണിൻ്റെ കൺട്രോൾ പോയി അവർ രണ്ടുപേരും എങ്ങോട്ടെന്നില്ലാതെ പറന്നു പോകാൻ തുടങ്ങും. എന്നാൽ അമേലിയ പെട്ടെന്ന് അതിനുള്ളിൽ നിന്ന് വഴുതി താഴേക്ക് വീഴും. എങ്ങനെയോ അവളുടെ കയ്യിൽ ഒരു കയറിൻ്റെ പിടി കിട്ടും. അവൾ ആ കയറിൽ പിടിച്ച് തൂങ്ങിക്കിടക്കുമ്പോഴേക്കും ഗ്ലേഷ്യർ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന് കഷ്ടപ്പെട്ട് അവളെ അവിടെ നിന്ന് വലിച്ച് ബലൂണിൻ്റെ ഉള്ളിലേക്ക് കയറ്റും. എന്നാൽ ഇനി ഈ ചുഴലിക്കാറ്റിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ താഴേക്ക് പോകുന്നതിനേക്കാളും മുകളിലേക്ക് പോകുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കിയ അമേലിയ റിസ്ക് എടുത്ത് അതിലുണ്ടായിരുന്ന വെയിറ്റ്സ് എല്ലാം താഴേക്ക് കളഞ്ഞ് വീണ്ടും മുകളിലേക്ക് ഉയർന്നു പൊങ്ങുകയാണ്. കൊടുങ്കാറ്റ് അവരെയും വലിച്ചുകൊണ്ട് മുകളിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അവർ അവസാനം ആ കൊടുങ്കാറ്റിൽ നിന്നും രക്ഷപ്പെടുകയാണ്. അവർ വീണ്ടും ഉയർന്ന് മുകളിലേക്ക് പോകും. അപ്പോഴേക്കും അവിടെയെല്ലാം നല്ല കാലാവസ്ഥയാകും. അവർക്ക് 2 പേർക്കും തങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടിയതിൽ സന്തോഷമാകും. അങ്ങനെ അവർ 2 പേരും വീണ്ടും മുകളിലേക്ക് പറന്നുയരുകയാണ്. അപ്പോഴാണ് അമേലിയ വളരെ സുന്ദരമായ ഒരു കാഴ്ച കാണുന്നത്. അവൾ അവനെയും വിളിച്ച് അത് കാണിക്കും. ഗ്ലേഷ്യർ അപ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന മിഷൻ ചെക്ക് ചെയ്തിട്ട് പറയും, ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ ഉയരത്തിൽ പോയതിൻ്റെ റെക്കോർഡ് ഇപ്പോൾ നമ്മുടെ പേരിലാണ് എന്ന്. അമേലിയയ്ക്ക് അത് കേൾക്കുമ്പോൾ വളരെയധികം എക്സൈറ്റ്മെൻറ്റ് തോന്നി. അവൾ ഉറക്കെ സന്തോഷത്തിൽ കൂവാൻ തുടങ്ങും. കുറച്ചുകൂടി ഉയരങ്ങളിലേക്ക് പോയി അവർ വീണ്ടും ഒരു മേഘത്തിനുള്ളിലേക്ക് കയറും. എന്നാൽ ഇതേ സമയം അമേലിയയ്ക്ക് തൻ്റെ മരണപ്പെട്ടു പോയ ഹസ്ബൻഡിനെ ഓർമ്മ വരും. ഹസ്ബൻഡും ഇതുപോലെ ബലൂണിൽ പോകുമ്പോഴാണ് മരണപ്പെട്ടത്. ഹസ്ബൻഡിൻ്റെ മരണത്തോടു കൂടി ഇനി താൻ ഒരിക്കലും ബലൂണിൻ്റെ പൈലറ്റ് ആകില്ല എന്ന് തീരുമാനിച്ചതാണ് അവൾ. ഫ്ലാഷ് ബാക്കിലേക്ക് പോയാൽ അമേലിയയുടെ ഹസ്ബൻഡ് മരിച്ച ശേഷം അമേലിയ ഫുൾ ടൈം വെള്ളമടിച്ച് കിറങ്ങി നടക്കുകയാണ്. അവൾക്ക് യാതൊരു കാര്യത്തിലും ഒരു ചിന്തയും ഇല്ലാതായി.
അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അവളുടെ അനിയത്തി വന്ന് പറയും, നീ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, ഒരു ഫംഗ്ഷൻ ഉണ്ട്, നീ തീർച്ചയായും ആ ഫംഗ്ഷനിൽ വന്നേ പറ്റുള്ളൂ എന്ന്. അങ്ങനെ അമേലിയ തൻ്റെ സിസ്റ്ററിൻ്റെ നിർബന്ധപ്രകാരം കുറേ നാളുകൾക്ക് ശേഷം ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനായി വരികയാണ്. എന്നാൽ അവിടെ എത്തുന്ന അവൾക്ക് മനസ്സിലാകും തൻ്റെ അമ്മയും സിസ്റ്ററും കൂടി തന്നെ ഇവിടെ കല്യാണം ആലോചിക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നതെന്ന്. എന്നാൽ അവിടെ വെച്ചാണ് ഗ്ലേഷ്യർ ആദ്യമായി അമേലിയെ കാണുന്നത്. ഗ്ലേഷ്യർ അമേലിയോട് പറയും, എനിക്കൊരു പരീക്ഷണത്തിനായി ആകാശത്തേക്ക് പോകണം, അതിന് മേഡത്തിന് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയുള്ളൂ എന്ന് പറയും. എന്നാൽ അമേലിയ പറയും, എൻ്റെ ഹസ്ബൻഡ് മരിച്ച ശേഷം ഞാൻ അതൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ് എന്ന്. എന്നാൽ തൻ്റെ ചേച്ചിയും അമ്മയും തന്നെ ഇവിടെ പെണ്ണ് കാണാനാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ അമേലിയ അത് ഒഴിവാക്കാനായി ഗ്ലേഷ്യറിനോട് പറയും, വാ നമുക്കെങ്കിൽ ഡാൻസ് ചെയ്യാമെന്ന്. ഡാൻസ് കഴിഞ്ഞ ശേഷം ഗ്ലേഷ്യർ അവളോട് പറയും, മേഡം ഇതൊരു നല്ല കാര്യത്തിനായുള്ള എക്സ്പെരിമെൻ്റ് ആണ്, നിങ്ങൾ വന്നാലേ എന്നെ സഹായിക്കാൻ കഴിയുള്ളൂ എന്ന്. അങ്ങനെ ഗ്ലേഷ്യറിനെ സഹായിക്കാമെന്ന് തീരുമാനിക്കുകയാണ് അമേലിയ. അങ്ങനെയാണ് അമേലിയ തനിക്കറിയാവുന്ന ഏറ്റവും മികച്ച ബലൂൺ നിർമ്മാണ സ്ഥലത്തേക്ക് പോയി ബലൂൺ സെലക്ട് ചെയ്ത് കൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ അനിയത്തി വന്ന് പറയും, ഇതൊക്കെ മാറ്റിവെച്ച് ഇനിയെങ്കിലും ഒരു സെക്കൻഡ് മാരേജിന് തയ്യാറാകണമെന്ന് പറയും. അങ്ങനെ ആ പഴയ കാര്യമൊക്കെ ഓർത്ത് ബലൂണിനുള്ളിൽ സുഖമായി കിടന്നുറങ്ങുകയാണ് അമേലിയ. കുറച്ച് കഴിയുമ്പോഴേക്കും അവൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരും. അപ്പോഴും ഗ്ലേഷ്യർ തൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോഴാണ് അവൾ കാണുന്നത് നേരത്തെ ഉണ്ടായ അപകടത്തിൽ ഗ്ലേഷ്യറിൻ്റെ തല മുറിഞ്ഞ് ഇഞ്ചോർഡായെന്ന്. അവൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫസ്റ്റ് എയ്ഡ് കൊണ്ടുവന്ന് അവൻ്റെ തലയിൽ മരുന്ന് വെച്ച് കൊടുത്തു. അങ്ങനെ ഫസ്റ്റ് എയ്ഡൊക്കെ വെച്ച് കുറച്ച് കഴിയുമ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത് പെട്ടെന്ന് അവിടെയെല്ലാം ബട്ടർഫ്ലൈസ് വരും. അവർക്ക് രണ്ടുപേർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇത്രയധികം ഉയരത്തിൽ ബട്ടർഫ്ലൈസ് വരുമെന്ന്. ഗ്ലേഷ്യർ അവളോട് പറയും, എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് ആകാശത്ത് ബട്ടർഫ്ലൈസ് ഉണ്ട് എന്ന്. അതിനുശേഷവും അമേലിയ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുകയാണ്. അവളുടെ സിസ്റ്റർ ആകാശത്തേക്ക് പോകണ്ട എന്ന് പറഞ്ഞുവെങ്കിലും അവൾ ഗ്ലേഷ്യറിനെ കാണാനായി അവൻ്റെ അടുത്തേക്ക് വന്ന് പറയും, നീ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻറ്റ് കാലാവസ്ഥ പ്രചരണത്തെക്കുറിച്ചുള്ളതാണെന്ന് ഞാൻ അറിഞ്ഞു, അത് മനുഷ്യന് ഒരുപാടധികം ഉപകാരപ്പെടുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ നിന്നോടൊപ്പം വരാൻ തയ്യാറാണെന്ന് പറയും. അങ്ങനെ അവൻ ആ സന്തോഷ വാർത്ത പറയാനായി ഉടനെ ഓടി വീട്ടിലേക്ക് വരും. വീട്ടിലെത്തി അമ്മയോട് കാര്യം പറയും. എന്നിട്ട് നേരെ തൻ്റെ വയ്യാത്ത അച്ഛനോട് വന്ന് പറയും. അവൻ്റെ അച്ഛൻ ഇപ്പോൾ ചെറിയ ഓർമ്മക്കുറവൊക്കെ ഉണ്ട്, എന്നാൽ പോകാൻ നേരം എന്തായാലും നീ നിൻ്റെ ഇഷ്ടത്തിന് പോവുകയല്ലേ എന്നും പറഞ്ഞ് സന്തോഷത്തോടു കൂടി അവന് ഗിഫ്റ്റായി ഒരു ബൈനോക്കുലർ കൊടുക്കും. എന്നാൽ അടുത്ത ദിവസം അവനെ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് കാണുന്ന റോയൽ സൊസൈറ്റി സയൻറ്റിസ്റ്റ് പറയും, നീ ഈ പരീക്ഷണമൊക്കെ നടത്തുന്നത് വേസ്റ്റാണ്, പൈസ വെറുതെ പോവുകയല്ലാതെ നിന്നെക്കൊണ്ടൊന്നും ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ് കളിയാക്കും. അങ്ങനെ ആ പഴയ കാര്യമൊക്കെ ഓർത്തു നിൽക്കുകയാണ് അമേലിയ. പെട്ടെന്ന് ഗ്ലേഷ്യർ അവളോട് പറയും, ദാ നമ്മളിപ്പോൾ എത്താവുന്നതിൻ്റെ ഏറ്റവും മാക്സിമം ഉയരത്തിലാണ് എത്തിയിരിക്കുന്നതെന്ന്. ഇത് കേൾക്കുമ്പോൾ അവൾക്കും വളരെയധികം സന്തോഷത്തിലാവും. അവർ രണ്ടുപേരും ഇപ്പോൾ വളരെയധികം ഉയരത്തിലാണ്. അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നും. അവൻ അവൻ്റെ എക്സ്പെരിമെൻറ്റ് അപ്പോഴും തുടർന്നുകൊണ്ടിരുന്നു. ഓരോ ഉയരത്തിലേക്ക് പോകും തോറും കാലാവസ്ഥ അവൻ കൃത്യമായി തന്നെ അസസ് ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഇനിയും ഉയരത്തിലേക്ക് പോകുന്നത് അപകടമാണെന്ന് അമേലിയയ്ക്ക് മനസ്സിലാകും. എന്നാലും ഗ്ലേഷ്യർ അതൊന്നും വകവയ്ക്കാതെ തൻ്റെ എക്സ്പെരിമെൻറ്റ് സക്സസ് ആകുന്നതിൻ്റെ സന്തോഷത്തിൽ തന്നെയായിരുന്നു. പക്ഷേ അവൻ അപ്പോൾ അവളോട് പറയും, നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് സക്സസ് ആവുകയാണെങ്കിൽ ഭൂമിയുടെ കാലാവസ്ഥ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും, അതുവഴി നമുക്ക് കൃഷിയും കാര്യങ്ങളുമൊക്കെ ഈസിയായി ചെയ്യാൻ കഴിയുമെന്ന് പറയും. അവൻ്റെ ആ എന്തൂസിയാസം കാണുമ്പോൾ അവൾക്കും തോന്നും അവൻ പറയുന്നത് ശരിയാണെന്ന്. അങ്ങനെ അവർ വീണ്ടും ഉയരങ്ങളിലേക്ക് പോകുകയാണ്. എന്നാൽ ഓരോ അടി മുകളിലേക്ക് പോകും തോറും അവർക്ക് സഹിക്കാനാവാത്തത്ര തണുപ്പ് കൂടിക്കൂടി വന്നു. എന്നാലും അവരതൊന്നും വകവയ്ക്കാതെ ടെമ്പറേച്ചർ രേഖപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഏറ്റവും അവസാനം തൻ്റെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ പ്രാവിലും മെസ്സേജ് എഴുതി അവൻ താഴേക്ക് അയക്കും. എന്നാൽ ഗ്ലേഷ്യർ അതൊന്നും വകവയ്ക്കാതെ വീണ്ടും മുകളിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. എന്നാൽ ഇനിയും മുകളിലേക്ക് പോകുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കിയ അമേലിയ അവനെ തടയും. അങ്ങനെ അവർ തമ്മിൽ വഴക്കാകും. എന്നാൽ തണുപ്പിൻ്റെ ആധിക്യം മൂലം ഗ്ലേഷ്യറിൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരികയും അവൻ്റെ ആരോഗ്യം വഷളാവുകയും ചെയ്യും. എന്നാൽ അപ്പോഴേക്കും അമേലിയ പറയും, പണ്ട് എൻ്റെ ഹസ്ബൻഡ് മരിച്ചതും ഇതുപോലെ ഒരു അപകടം കാണിച്ചിട്ടാണ്. ഏറ്റവും അവസാനം യാതൊരു വഴിയുമില്ല, ബലൂണിലെ ഭാരം കുറച്ചാൽ മാത്രമേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്നൊരവസ്ഥ വന്നപ്പോൾ അദ്ദേഹം വേറൊന്നും നോക്കാതെ എനിക്ക് വേണ്ടി സൂസൈഡ് ചെയ്യുകയായിരുന്നു എന്ന് അമേലിയ പറയും. ഇനി ഒരിക്കലും അങ്ങനെ ഒരു അവസരത്തിൽ ഒരാളുടെ ജീവൻ ഇല്ലാതാക്കാൻ എനിക്ക് സാധിക്കില്ല, അതുകൊണ്ട് ഇനിയും മുകളിലേക്ക് പോകാനാവില്ല എന്ന് അവൾ ഗ്ലേഷ്യറിനോട് പറയും. എന്നാൽ അപ്പോഴേക്കും ഗ്ലേഷ്യറിൻ്റെ ആരോഗ്യം വളരെയധികം മോശമായി വന്നു. അവൾ അങ്ങനെ ബലൂൺ താഴത്തേക്കാക്കാൻ നോക്കുമെങ്കിലും തണുത്തുറഞ്ഞ കയറായതുകൊണ്ട് തന്നെ അവൾക്കതിന് സാധിക്കില്ല. അവൾ ഗ്ലേഷ്യറിനോട് വന്ന് പറയും, നീ വിഷമിക്കേണ്ട, ഞാനെല്ലാം ശരിയാക്കാമെന്ന് പറയും. എന്നിട്ട് അവൾ ബലൂണിൻ്റെ മുകളിലേക്ക് കയറാനായി നോക്കും. എന്നാൽ ബലൂൺ കൂടുതൽ മുകളിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ശക്തമായ കാറ്റും കൂടി വന്നു. കൂടാത്തതിന് കയറെല്ലാം വളരെയധികം തണുത്തുറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ജീവിച്ചേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അമേലിയ ബലൂണിലേക്ക് വലിഞ്ഞു കയറാൻ നോക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവളുടെ പിടി തെറ്റി അവൾ താഴേക്ക് വീഴും. കുറച്ചു നേരം അവൾ ആ കയറിൽ തൂങ്ങിക്കിടക്കുമെങ്കിലും അവളുടെ ബോധം പോകും. ബലൂൺ അപ്പോഴേക്കും ആടി ഉലയുമ്പോൾ അവൾക്ക് ബോധം വരും. എങ്ങനെയെങ്കിലും അവൾ അവിടെ നിന്ന് രക്ഷപ്പെടണമെന്നും പറഞ്ഞ് വീണ്ടും അള്ളിപ്പിടിച്ച് മുകളിലേക്ക് തന്നെ കയറാനായി നോക്കും. അങ്ങനെ ഒരുപാടധികം കഷ്ടപ്പെട്ട് അവൾ ഏറ്റവും അവസാനം ബലൂണിൻ്റെ ടോപ്പിലേക്ക് എത്തും.
അവിടെ എത്തിയ ശേഷം ബലൂണിൻ്റെ പ്രഷർ റിലീസ് ചെയ്യാൻ അവൾ ഒരുപാടധികം ശ്രമിക്കുമെങ്കിലും തണുത്തുറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. എന്നിട്ടും അവൾ മുകളിലത്തെ നോബ് പൊട്ടിച്ച് എയർ ഫ്രീ ആക്കാൻ നോക്കും. അവസാനം അവൾ നോബ് ഓപ്പൺ ചെയ്യുമെങ്കിലും പെട്ടെന്ന് അവളുടെ ബോധം പോയി അവൾ ബലൂണിന് മുകളിലേക്ക് വീഴും. ഇതേ സമയം എയർ ഫ്രീ ആയ ബലൂൺ താഴേക്ക് നിരങ്ങിപ്പോകാൻ തുടങ്ങും. അമേലിയയും താഴേക്ക് നിരങ്ങി വീഴും. എന്നാൽ ഇതേ സമയം ആകാശത്തേക്ക് പോയ അമേലിയയും ഗ്ലേഷ്യറിനെയും പറ്റി ഒരു വിവരവുമില്ലെന്ന് ആലോചിച്ച് അമേലിയയുടെ സിസ്റ്ററും ഫാമിലിയും വിഷമിച്ചിരിക്കുകയാണ്. എന്നാൽ ബലൂണിൻ്റെ മുകളിൽ നിന്ന് വീണ അമേലിയ കയറിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അവൾക്ക് ബോധം വരും. ബോധമില്ലാതെ ബലൂണിനുള്ളിൽ കിടക്കുന്ന ഗ്ലേഷ്യറിനെ തന്നെ സഹായിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ അമേലിയ എങ്ങനെയോ ആ കയർ ഉപയോഗിച്ച് ബലൂണിൻ്റെ ഉള്ളിലേക്ക് തന്നെ വന്ന് കയറും. എന്നാൽ തണുത്തുറഞ്ഞ കയറിൽ തൂങ്ങിക്കിടന്നത് കൊണ്ട് തന്നെ അമേലിയയുടെ കൈയെല്ലാം പൊട്ടിയിരുന്നു. എന്നിട്ട് അവൾ ഗ്ലേഷ്യറിൻ്റെ അടുത്ത് വന്ന് അവനെ വിളിക്കും. കുറച്ച് കഴിയുമ്പോൾ ഗ്ലേഷ്യറിന് ബോധം വരും. അവൾ ഗ്ലേഷ്യറിനോട് പറയും, നീ പേടിക്കണ്ട, നമ്മൾ രക്ഷപ്പെട്ടു എന്ന്. അങ്ങനെ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ ബലൂൺ വീണ്ടും താഴേക്ക് പോകും. ഗ്ലേഷ്യർ തൻ്റെ അവസാനത്തെ ഫൈൻഡിങ്സും എഴുതിയ ശേഷം തൻ്റെ കയ്യിലുണ്ടായിരുന്ന മരുന്ന് അമേലിയയ്ക്ക് വെച്ചു കൊടുക്കും. കുറച്ച് സമയങ്ങൾക്ക് ശേഷം മേഘത്തിനുള്ളിൽ നിന്നും അവൻ കുറച്ച് മഞ്ഞുപാളികൾ എടുത്ത് പരീക്ഷണത്തിനായി ഭൂമിയിലേക്ക് കൊണ്ടുപോകാനായി ഒരുങ്ങും. അങ്ങനെ എല്ലാം സമാധാനത്തിലായി അവരുടെ ബലൂൺ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് ബലൂൺ കാറ്റിൽ പെടുകയും അവരുടെ കൺട്രോൾ വിട്ട് പോവുകയും ചെയ്യും. ബലൂണിലുള്ള വെയിറ്റ് എല്ലാം അവർ താഴത്തേക്ക് എടുത്തെറിയും. പക്ഷേ അപ്പോഴും ബലൂൺ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഏറ്റവും അവസാനം ഗ്ലേഷ്യർ പറയും, നമുക്ക് ഈ ബാസ്ക്കറ്റ് കട്ട് ചെയ്യാമെന്ന്. അങ്ങനെ അവസാനം അവർ ആ ബലൂണിൻ്റെ മുകളിലേക്ക് കയറിയ ശേഷം ബലൂണിൻ്റെ ബാസ്ക്കറ്റ് കട്ട് ചെയ്ത് താഴേക്ക് വിടുകയാണ്. ബാസ്ക്കറ്റിൻ്റെ ഭാരം കൂടി ബലൂണിന് ഇല്ലാതാകുമ്പോഴേക്കും കാറ്റിൽപ്പെട്ട് ബലൂണിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും പോകും. എന്നാൽ അപ്പോഴേക്കും ഗ്ലേഷ്യർ ബലൂണിൻ്റെ കയറുകളെല്ലാം അറുത്ത ശേഷം ബലൂണിനെ ഒരു പാരച്യൂട്ട് പോലെയാക്കി മാറ്റും. അങ്ങനെ അവർ ഒരു പാരച്യൂട്ടിൻ്റെ ഷേപ്പിലാക്കി ആ ബലൂണും കൊണ്ട് ഭൂമിയിലേക്ക് സേഫായി ലാൻഡ് ചെയ്യാനായി നോക്കുകയാണ്. അങ്ങനെ അവർ ഏറ്റവും അവസാനം ബലൂൺ താഴേക്ക് ലാൻഡ് ചെയ്യിക്കുമ്പോഴേക്കും തറയിൽ വന്ന് വീണ ആഘാതത്തിൽ അവർക്ക് രണ്ടുപേർക്കും ബോധം പോകും. കുറച്ച് കഴിഞ്ഞ് അമേലിയ അവൻ്റെ അടുത്തേക്ക് വന്ന് നീ സേഫല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ ചിരിച്ചുകൊണ്ട് പറയും, അതെ, വി ഡിഡ് ഇറ്റ്, എല്ലാം ശരിയായി തന്നെ നടന്നിരിക്കുന്നു എന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തൊട്ടടുത്ത ദിവസത്തിൽ പത്രത്തിൽ ഗ്ലേഷ്യറുടെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ചുള്ള ന്യൂസ് അവൻ്റെ അച്ഛൻ വായിക്കുകയാണ്. റോയൽ സൊസൈറ്റി സയൻറ്റിസ്റ്റ് എല്ലാവരും അവൻ്റെ അച്ചീവ്മെൻറ്റ്സിനെയും അംഗീകരിക്കുകയാണ്. അവനോട് ദേഷ്യമുണ്ടായിരുന്ന സയൻറ്റിസ്റ്റുകൾ പോലും അവന് വേണ്ടി കൈയടിക്കും. അങ്ങനെ അവസാനം ഗ്ലേഷ്യറിനെയും അമേലിയയും എല്ലാവരും അംഗീകരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം അവർ വീണ്ടും ആകാശത്തേക്ക് തങ്ങളുടെ പരീക്ഷണങ്ങൾക്കായി പോകുകയാണ്. ഈ ഒരു സീനോടുകൂടി ഈ സിനിമയോടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തണം. കൂടാതെ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം.